കാണിക്കുന്നത്? എന്തിനാ എല്ലാവരും കൂടി കേറി വരുന്നത്? സെർച്ച്. സർ, എന്താ നിങ്ങൾ കാര്യം പറ. സുബു സർ, ആ അരിപാത്രത്തിൽ എന്താ നോക്ക്. സർ, ഗണ്ണാണ് സർ. സാർ, സെൽവ ഈസ് അറസ്റ്റഡ് സർ. എല്ലാം ഓസ്ട്രേലിയൻ ഡോളേഴ്സാണ് സാർ. ഏകദേശം 70-80 കോടിയുടെ മതിപ്പുണ്ടോ? ആരാടാ നീ? അരിപാത്രത്തിനകത്ത് ഗണ്ണ്, പെട്ടിക്കകത്ത് മുഴുവൻ ഓസ്ട്രേലിയൻ ഡോളേഴ്സ്. നീ വലിയ ദുരസിംഗം. ആ പണത്തെ പറ്റിയോ ഗണ്ണിനെ പറ്റിയോ ആരോടൊന്നും ചോദിക്കണ്ട. അത് ഓസ്ട്രേലിയയിൽ നിന്ന് വന്ന ഹവാല പണമാണ്. നിനക്ക് വേണമെങ്കിൽ 2 ബണ്ടിൽ എടുത്തോണ്ട് പോ. എടുത്തോളാം റെഡ്ഡി. ആവശ്യം വരുമ്പോ ഞാൻ എടുത്തോളാം. പോവാം. യെസ് സർ. ഓസ്ട്രേലിയൻ ഡോളറിന്റെ ഒരു കെട്ടെടുത്തോണ്ട് പോയി സാറിന് ചൂടാറാത്തൊരു കോഫി വാങ്ങി കൊടുക്കടാ. സെൽവോ ആരാണെന്ന് മനസ്സിലാക്കാതെ ആ DC ആ വീട്ടിലേക്ക് കയറി ചെന്നു. അവൻ നമ്മുടെ ആളാ. അല്ല, നിങ്ങൾക്ക് എങ്ങനെ ഇത് മനസ്സിലായി? വൈസാക് സിറ്റിയിൽ ചുറ്റിക്കറങ്ങുന്ന എന്റെ കമ്പനിയുടെ 4 ക്യാമറാസ് ആക്റ്റീവിലാണുള്ളത്. റൈറ്റ്? ഇഡിയറ്റ്. ഓസ്ട്രേലിയൻ കണ്ടെയ്നേഴ്സ്, ഓസ്ട്രേലിയൻ മെഡിസിൻസ്. അപ്പൊ പണം എവിടെ നിന്നായിരിക്കും പോയിട്ടുണ്ടാവുക? എന്തോ ഒരു കുഴപ്പമുണ്ട്. അല്ല ശ്രീനിവാസ, സാറിനെ പറ്റി ഇതിൽ എന്തോ എഴുതിയിരിക്കുന്നു. എന്താ ഒന്ന് വായിച്ചു നോക്കി. എ കറപ്റ്റഡ് പോലീസ് ഇൻ വൈസാഖ്. എന്താ എഴുതിയിരിക്കുന്നത്? റെഡ്ഡിയും സാറും തമ്മിൽ വളരെ ക്ലോസ് ആണെന്നും അദ്ദേഹത്തോട് കൈക്കൂലി വാങ്ങാറുണ്ടെന്നും സാറ് വന്നതിന് ശേഷം വൈസാഖ് സിറ്റി മുഴുവൻ അരാജകത്വമാണെന്ന് എഴുതിയിട്ടുണ്ട്. അത് മാത്രമല്ല സാർ, റൂം 406 സാർ ഒരു പെണ്ണിന്റെ കൂടെ ഉണ്ടായിരുന്നുവെന്ന് അഗ്നി എന്ന് പറയുന്ന ആരും എഴുതിയതാ. താങ്ക് യു. ഫ്രണ്ട്സ്, ഷീസ് അഗ്നി അലിയാസ് വിദ്യ, ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസ്റ്റ്. ആ അഗ്നി എന്ന് പറയുന്നവനെ പിടിച്ച് 4 വിരട്ട് വെട്ടിയാ കാര്യങ്ങളെല്ലാം വെളി വരും. പിടിച്ചോണ്ട് പാടോ. വേണ്ട, അവരറിഞ്ഞ സത്യമായിരിക്കും എഴുതിയിട്ടുണ്ടാവുക. കേരളത്തിൽ നിന്ന് ഒരു പോലീസ് ഓഫീസർ വരുന്നു എന്നറിഞ്ഞ ഉടനെ അദ്ദേഹത്തെ പറ്റി ത്രില്ലിംഗ് ആയ ഒരു ആർട്ടിക്കിൾ എഴുതാൻ വേണ്ടി ഹൈദരാബാദിൽ നിന്ന് നമ്മുടെ ചീഫ് എഡിറ്റർ ഇവരെ ഇങ്ങോട്ട് അയച്ചിരിക്കുകയാണ്. ദ ഹോൾ ഓഫ് ആന്ധ്രാപ്രദേശ് ഈസ് വിർച്വലി ഷേക്കൺ ഡൗൺ. ഇവർ വർക്ക് ചെയ്യുന്ന വിവരം പുറത്ത് ആരെയും ഇതുവരെ അറിയിച്ചിട്ടില്ല. ആദ്യം കണ്ടപ്പോ ഒലിപ്പേരായിരിക്കുന്ന കരുതി വേറെ ടൈപ്പായിട്ട് സംസാരിച്ചു. പക്ഷെ വളരെ സ്ട്രിക്റ്റാ. അതുകൊണ്ട് IPS ആണെന്നൊരു നുണ പറഞ്ഞു. അങ്ങനെ തന്നെ വിശ്വസിച്ചു. CBI ഉദ്യോഗസ്ഥനായ ദൊരൈസിംഗം ഇതിൽ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി. എന്താ പറയുന്നത് സർ? ദയവ് ചെയ്ത് വേഗം പുറപ്പെട്ട് വൈശാഖിലേക്ക് വരും. അടുത്ത ആർട്ടിക്കിളിൽ ഈ ഫോട്ടോസ് പുറത്തു വരും. അതോടുകൂടി ഇയാള് കേരളത്തിലേക്ക് തന്നെ പറക്കും. എല്ലാം ഞാൻ അറിഞ്ഞായിരുന്നു. ഞാനിപ്പോ നാട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. ഡിപ്പാർട്ട്മെന്റിൽ നിന്റെ പേരിപ്പോ മോശമായി. ഫോർമാലിറ്റിക്ക് വേണമെങ്കിൽ നീ ഞങ്ങളുടെ 10 പേരെ അറസ്റ്റ് ചെയ്തോ? ചെയ്യാം ഞാൻ.